എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു ബയോളജി ടീച്ചർ ക്ലാസ്സിലേക്ക് കൊക്കൂണിനെ കൊണ്ടുവന്നു. അതായത് ബട്ടർഫ്ലൈ ആവുന്നതിന് തൊട്ട് മുന്നിലത്തെ ആ സ്റ്റേജിൽ ചെറിയ കുട്ടികളുടെ ഇടയിലോട്ട് കൊണ്ടുവന്നു ടീച്ചർ അത് ക്ലാസ്സിൽ കൊണ്ടുവച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഇത് ബട്ടർഫ്ലൈ ആകുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ മക്കളെല്ലാവരും ഇതിനെ ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ബട്ടർഫ്ലൈ പതിയെ ചിറകുകളിങ്ങനെ ഇളക്കി അതിന് ആ അത് പൊട്ടിച്ച് പുറത്തോട്ട് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്തോ ആവശ്യത്തിന് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു കുട്ടി അതിൻ്റെ ബട്ടർഫ്ലൈൻ്റെ ആ വിഷമം കണ്ടിട്ട് കുട്ടി വിചാരിച്ചു, അതിനെ വേഗം ഒന്ന് തുറന്നു കൊടുത്താൽ, ഒന്ന് കുത്തി പൊട്ടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബട്ടർഫ്ലൈക്ക് പുറത്ത് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി ചെന്നിട്ട് ആ കൊക്കൂൺ കുത്തി പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ബട്ടർഫ്ലൈ പെട്ടെന്ന് പുറത്തു വന്നു, പക്ഷേ അതിന് പറക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിൻ്റെ ചിറകുകൾ ബലഹീനമായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ ചിറകുകൾക്ക് ബലം വെക്കുന്നത് അതിങ്ങനെ ഓരോ തവണ ആ കൊക്കൂൺ പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ ചിറകുകൾക്ക് അവിടെ ഫലം വെക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ പ്രോസസ്സിനെ ഈ കുട്ടി എളുപ്പമാക്കിയാണ് ചെയ്തത്. പക്ഷെ അതിന് പറക്കാൻ വേണ്ടി പറ്റിയില്ല, അത് ചത്തുപോയി. ഓക്കെ, അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര വിഷമായിട്ടോ. കുട്ടികൾ ടീച്ചർ തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതിനെ തുടരുത്. അതിനുള്ള ശക്തി കിട്ടുന്നത് അതിൻ്റെ ആ പോരാട്ടമാണ്. ആ ചിറകുകൾക്കുള്ള ശക്തി കിട്ടുന്നത് അതിൻ്റെ പുറത്തോട്ട് വരാനുള്ള ആ പോരാട്ടത്തിന് സമയത്താണ് അതിന് ശക്തി കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. ശരിക്കും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ സ്ട്രോങ് ആക്കാനും കരുത്തരാക്കാനും വേണ്ടി തന്നെയുള്ളതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ കുറേയധികം ഇഷ്യൂസിലൂടെ ഞാൻ കടന്നു പോയ സമയത്താണ് ഇങ്ങനൊരു ലൈഫ് കോച്ചിങ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നും അങ്ങനെ ഞാനൊരു മെൻറ്ററിൻ്റെ സഹായം എടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോച്ചിൻ്റെ സഹായം എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ്. അതുപോലെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈഫ് കോച്ചിങ് സെഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസും കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.